നമസ്കാരം. സ്ഥാനാർത്ഥികളോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നാനി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KP നൗഷാദ് അലിയുടെ കൂടെയാണ് ഇന്നത്തെ ഈ സ്ഥാനാർത്ഥിയോടൊപ്പമുള്ള ഈ യാത്ര ആരംഭിക്കുന്നത്. ഇന്ന് പൊന്നാനി നഗരസഭയിലാണ് KP നൗഷാദ് അലിയുടെ പര്യടനം. രാവിലെ നേരത്തെ തന്നെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഒന്നുമില്ല, പൊന്നാനിയിൽ അല്പം വൈകി ഉണരുന്നുവോ എന്നൊരു സംശയം. രാവിലെ അത്രയധികം ആളുകളില്ലായിരുന്നു നമ്മളെ റോഡുകളിലൊന്നും വൈകുന്നേരത്തെ അപേക്ഷിച്ച്. എന്നാലും ആളുകൾ, ഞങ്ങളുടെ പ്രവർത്തകരുടെ വലിയൊരു കൂട്ടമുണ്ടായിരുന്നു. ആവേശകരമായി MES ഗ്രൗണ്ടിൽ ആ യാത്ര സമാപിച്ചു. ഇന്നത്തെ ഒരു പ്രചരണ പരിപാടി എങ്ങനെയാണ് വരുന്നത്? ഇന്നിപ്പോ ഉച്ചയോടുകൂടി ഇത് അവസാനിക്കും. ഇത് ഒരു അനൗദ്യോഗികമായിട്ട് പൊന്നാനി മുനിസിപ്പൽ പരിധിയിലൂടെയുള്ളൊരു യാത്രയാണ്. പ്രധാനപ്പെട്ട പഴയകാല പ്രവർത്തകരെയും രോഗികളെയൊക്കെ സന്ദർശിച്ചും പ്രധാന ഇടങ്ങളിലൊക്കെ ഇറങ്ങിയും ഒക്കെയുള്ള ഒരു അനൗദ്യോഗിക പ്രചരണ പര്യടനം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ താങ്കൾ ഈ സംഘാടകൻ എന്ന നിലയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ആദ്യമായിട്ടാണ് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ മാറ്റം എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? എല്ലാം സംഘാടനം തന്നെയാണ്. പക്ഷേ മത്സരിക്കുമ്പോൾ നമുക്ക് എല്ലായിടത്തും കണ്ണെത്തുകയോ അതിൻ്റെ ഏകോപനം നിർവഹിക്കുകയോ സാധ്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എണ്ണയിട്ട യന്ത്രം പോലെ ഒരുപിടി നല്ല മനുഷ്യർ ഇതിൻ്റെ സംഘാടകരായുണ്ട്. അപ്പോൾ അവരുടെ മാർഗനിർദ്ദേശങ്ങളും കൂടിയാലോചനയിൽ ഉരുത്തിരിയുന്ന ഉപസംഹാരങ്ങളൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി കുറച്ച് ദിവസം കൂടി ബാക്കിയുള്ളൂ ഇലക്ഷന്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏത് രീതിയിലുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഈ ഇലക്ഷൻ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം പൊന്നാനിയിലെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളത് എൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല. അത് ഇതിലെ സഞ്ചരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാക്കാവുന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇതൊരു ആവേശകരമായ ഒരു ക്ലൈമാക്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു കാലാവസ്ഥ തന്നെ ചൂടാണ്. ഈ ഒരു ഇലക്ഷൻ സമയം, ഇലക്ഷനും അതുപോലെ തന്നെ ചൂടാണ്. എങ്ങനെയാണ് ഈ ഒരു കാലാവസ്ഥ സമയത്ത് ഈ ഒരു പ്രചരണം? ഉഷ്ണേന ശാന്തി എന്ന മട്ടിലാണ് നമ്മുടെ പ്രചരണമൊക്കെ പുരോഗമിക്കുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫൈറ്റാണ്. നമ്മളൊക്കെ ഒരു ഫൈറ്റർമാരാണ്. ഒന്നുമില്ല ജയിക്കുക അല്ലെങ്കിൽ മരിച്ചു വീഴുക എന്നുള്ളതാണ്, അല്ലാതെ തോറ്റുമടങ്ങുന്ന പ്രശ്നമില്ല. ഞാൻ നിങ്ങൾക്ക് ചരിത്ര വിജയം ഉണ്ടാവട്ടെ അല്ലേ? ചരിത്ര പുസ്തകം രണ്ട് വാക്കുകളെ. കാരണം 60 മുതൽ 67 പിന്നെ മുസ്ലിം ലീഗ് നിലനിർത്തിയ സ്ത്രീകളാണ്. അപ്പോൾ ആ ഒരു തുടർച്ച പിന്നീട് അതിനോട് തുടർന്നിട്ട് MP ഗംഗാധരൻ തുടങ്ങിയ ആളുകളൊക്കെ ഇവിടെ നിന്ന് ജയിച്ചു വന്നു. ആ ഒരു പിന്തുടർച്ച ഉണ്ടാവട്ടെ എന്ന് അതിനാണ്. ഇത്ര ആഘോഷിക്കുന്ന പതിവില്ല.
അങ്ങനെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരൊക്കെ അങ്ങനെ ചെറിയൊരു മധുരം പങ്കിട്ടപ്പോൾ അതിൽ ഭാഗമാക്കായെന്നേ ഉള്ളൂ. തീരദേശ മേഖലയിൽ വരുമ്പോൾ നല്ലൊരു സ്വീകരണമാണല്ലോ കിട്ടുന്നത്. എന്ത് തോന്നിയ സമയത്ത് തീരദേശ മേഖലയെ പിന്നെ നമുക്ക് അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അവരോട് സത്യസന്ധമായി പെരുമാറുക എന്നുള്ളതാണ്. ഞാനത് ചെയ്തു പോരുന്നു, നാളുകളിലും ചെയ്യും. അപ്പോൾ അവർ തിരിച്ചും ആ സത്യസന്ധത എന്നോട് പ്രകടിപ്പിക്കും. അത്രേ ഉള്ളൂ. അത് നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കും ആകാം. പൊന്നാനി മണ്ഡലം UDF സ്ഥാനാർത്ഥി വോട്ടർമാരെ സന്ദർശിക്കുന്നതിന് വേണ്ടി ഈ വഴിത്താരികളെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശംസിക്കുക. ഒരു ആരോപണം തന്നെയല്ലേ, തീരദേശത്തെ ദാരിദ്ര്യം മുതലെടുക്കാനാണ് UDF സ്ഥാനാർത്ഥി ശ്രമിക്കുന്നതെന്നൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ഗലീമുദ്ദീൻ ഇന്നലത്തെ മീറ്റ് ദ പ്രസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോടുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു? ഞാൻ അങ്ങനെ ഒരു ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനാണ് എൻ്റെ ശ്രമം. അല്ലാതെ അത് മുതലെടുക്കാൻ പിന്നെ താല്പര്യപ്പെടുന്നവർ ദാരിദ്ര്യം ഉണ്ടായിരിക്കുക അത് നിലനിർത്തി പോരാൻ വേണ്ടിയുള്ള പണി ചെയ്യുന്നവരായിരിക്കുമല്ലോ അത് മുതലെടുക്കാൻ താല്പര്യപ്പെടുന്നത്. ഞാനത് ഉച്ചാടനം ചെയ്യാനും നിർമ്മാർജ്ജനം ചെയ്യാനുമാണ് എൻ്റെ ശ്രമം. ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും താങ്കളായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങളാണ് താങ്കളോട്? ഇത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പല കാര്യങ്ങളും അവരുടെ ചില കാര്യങ്ങളിലൊന്നും അങ്ങനെ ഒരു യുക്തി ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് നിയമവിധേയമായി പരിഹരിക്കപ്പെടുന്ന കാര്യങ്ങളാവണമെന്നില്ല. അപ്പോൾ സാധ്യമായ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാര മാർഗങ്ങളൊക്കെ നിർദ്ദേശിക്കുകയും ആ മാർഗത്തിൽ പോകാൻ അവർക്ക് വേണ്ട പ്രേരണയും അതിൻ്റെ ഒരു സാങ്കേതിക സഹായമൊക്കെ ലഭ്യമാക്കുകയും ചെയ്യുക. നടക്കാത്ത കാര്യങ്ങളാകുമ്പോൾ അവർ സാന്ത്വനിപ്പിച്ചുകൊണ്ട് അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പ്രവാചകൻ്റെ ഒരു ഹദീസുണ്ട്, നമ്മളൊരു പ്രതിഫലേച്ഛ ഇല്ലാതെ വേറൊരാളുടെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ 10 കൊല്ലം ഈത്തിക്കാഫ്, അതായത് പള്ളിയിൽ ഭജനമിരുന്ന കൂലി കിട്ടുമെന്ന്, പ്രതിഫലം കിട്ടുമെന്ന്. അപ്പോൾ രാഷ്ട്രീയമല്ലേ പലതരത്തിലുള്ള ഇടപെടലുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു മേഖലയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും അല്ല, ചില രാഷ്ട്രീയം അങ്ങനെയാണല്ലോ, എപ്പോഴും ഒരേ രേഖയിൽ നേർരേഖയിൽ തന്നെ സഞ്ചരിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് നമുക്ക് വ്യക്തിഗതമായിട്ടൊക്കെ ഒരു സംസ്കരണത്തിനുള്ള ഒരുപാട് ഇടങ്ങൾ ഇത്തരത്തിലുള്ള സേവന പ്രവൃത്തികളിലൂടെ ലഭിക്കുന്നു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം കൂടി എനിക്കുണ്ട്. സ്ഥാനാർത്ഥി പര്യടനം ഔദ്യോഗികമായിട്ടുള്ള അത് നാളെ മുതൽ ആരംഭിക്കുക. അത് പിന്നെ UDFൻ്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയാണ്, അവരാണ് അതിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം. കാരണം ഇത് നമുക്കിതിൻ്റെ ഒരു കോർഡിനേഷനും നിയന്ത്രണവും നമുക്ക് ഒറ്റയ്ക്ക് നിർവഹിക്കാൻ കഴിയില്ല. ഈ ആളുകളെയൊക്കെ അറിയിക്കുക, അതിൻ്റെ അനുബന്ധ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു വൺമാൻ ആർമി ഷോ അല്ല. അപ്പോൾ ഈ ഞങ്ങൾ പറയുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഓലമേന വീടുകൾ ഒരുപാട് ഈ തീരദേശ മേഖലയിൽ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം അത് സർക്കാരിൽ നിന്ന് അങ്ങനെ ഒരു സഹായം താങ്കൾക്ക് കിട്ടുമോ, അല്ലെങ്കിൽ താങ്കൾ അത് പേഴ്സണലി എന്തെങ്കിലും രീതിയിൽ സോഴ്സ് കണ്ടു? ഇതൊക്കെ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ ആവശ്യമായ ഒരു സബ്ജക്റ്റാണിത്. നമ്മൾ ആ രൂപത്തിൽ ഇതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അത് നോർമലി ഉള്ളൊരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് പരിഹരിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിശ്ചിത സമയത്തിനകത്ത് പരിഹരിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു പ്രത്യേക സബ്ജക്റ്റായിട്ട് നമ്മൾ ഉയർത്തുകയും അങ്ങനെ അതിനൊരു റിനോവേഷൻ ഫണ്ട് നമ്മൾ പ്രത്യേക ഒരു പാക്കേജ് ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന് അഭികാമ്യമായ കാര്യം. അതിനു വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഇപ്പം CM ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ പ്രചരണത്തിന് വരുന്നത്. ഇപ്പോൾ UDFൽ നിന്നുള്ള ഏതൊക്കെ നേതാക്കളാണ് ഈ വരും ദിവസങ്ങളിൽ താങ്കളുടെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുന്നത്? അല്ല, സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ, ശശി തരൂരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ UDF നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്കാണ് അതിൻ്റെ ഒരു ആക്സസ് ഉള്ളത്. അപ്പോൾ ഇവരൊക്കെ പങ്കെടുക്കുമെന്നുള്ള വിവരം അവരെന്നെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡേറ്റിനെ കുറിച്ചൊരു കൃത്യത എനിക്ക് നിങ്ങളോട് തരാൻ എൻ്റെ അടുത്തില്ല. ഏകദേശം നമ്മുടെ ഈ ഒരു ഇലക്ഷൻ നടത്താൻ കുറച്ച് ദിവസങ്ങളിൽ മാത്രം ബാക്കിയുള്ളൂ. എത്രത്തോളം പ്രതീക്ഷയാണ് ഇപ്പോൾ താങ്കളുടെ മനസ്സിലുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഞാൻ വിജയിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് ആളുകൾ വോട്ട് ചെയ്യാം എന്നൊക്കെ നമ്മളോട് പറയുമെങ്കിലും അവരുടെ ഒരു മുഖഭാവത്തിൽ നിന്ന് നമുക്ക് അതിനെ ഗണിച്ചെടുക്കാൻ കഴിയും, അവരുടെ മനോഭാവം എന്താണ് എന്നുള്ളത്.
അത്തരത്തിൽ ഞാൻ സമീപിക്കുന്ന ആളുകളിൽ 90% അനുകൂല പ്രതികരണമാണ്. അതിനകത്തൊരു 10% പേർക്ക് ഒരു നിസ്സംഗതയൊക്കെ ഉണ്ടാകും. അതിൽ തന്നെ 1% പേര് നെഗറ്റീവുള്ളൂ. ഈ നിസ്സംഗമായ ആളുകൾ അതാ ചില ആളുടെ സ്വഭാവ പ്രകൃതമാണ്. മറ്റ് 90% ആളുകളും എന്നോട് നല്ല ഒരു ഭാവത്തിലാണ് പെരുമാറിയിട്ടുള്ളത്. ഞാൻ ഇത്തരം തെരഞ്ഞെടുപ്പ് ഒരുപാട് ഇടപഴകിയ പരിചയമുണ്ട് എനിക്ക്. ചുരുങ്ങിയത് 5 തെരഞ്ഞെടുപ്പെങ്കിലും ഞാൻ മുൻനിരയിൽ നിന്ന് നടത്തുകയോ നടത്തിപ്പിൻ്റെ ഭാഗമാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഉത്തമ ധാരണ വെച്ച് ഞാനിവിടെ വിജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് ആളുകളെ നമുക്ക് നേരിട്ട് വീട്ടിൽ പോയി കാണാൻ പറ്റില്ല, അതിനുള്ള ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ചാനലിലൂടെ ഒരുപാട് വീട്ടമ്മമാരുൾപ്പെടെ ഒരുപാട് ആളുകൾ ഇത് കാണുന്നതാണ്. അപ്പോൾ അവരോട് അവസാനമായിട്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് സ്ഥാനാർത്ഥി എന്നത്? ഞാൻ ഈ വീട്ടിൽ പോയി കാണുന്നതെന്ന് പറഞ്ഞാൽ കിടപ്പ് രോഗികളെയാണ് നമ്മൾ വീട്ടിൽ പോയി കാണുന്നത്. അല്ലാതെ നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെ എല്ലാ വീട്ടിലും കയറാൻ കഴിയില്ല. കിടപ്പ് രോഗികളുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മുതിർന്ന പശ്ചാത്തലമുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കൾ, അത് ഏത് പാർട്ടിയാണെങ്കിലും, മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും, അത് ജനാധിപത്യപരമായിട്ട് അവരെ നമ്മളൊന്ന് ഹോണർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അതാണ് അങ്ങനെയുള്ള വീടുകളെ സന്ദർശിക്കുന്നുള്ളൂ. പിന്നെ അവിചാരിതമായൊക്കെ കുറേ പേരൊക്കെ കൂട്ടം കൂടി നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പോകേണ്ടി വരും എന്നതിൽ കവിഞ്ഞ് ബാക്കിയൊക്കെ ഒരു പ്ലാൻ പ്രകാരമാണ് പോകുന്നത്. അതുകൊണ്ട് വീടുകൾ സന്ദർശിക്കുന്നു എന്നൊരു വാർത്ത തെറ്റാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. എനിക്കിതിൻ്റെ പ്രേക്ഷകരായിട്ട് പറയാനുള്ളത്, നമുക്കൊരു നല്ല പൊന്നാനിയെ നമുക്ക് സൃഷ്ടിക്കാം. അതിനകത്ത് മതപരമോ രാഷ്ട്രീയമോ ആയ വിവേചനമില്ലാതെ എല്ലാവർക്കും തുല്യ അവസരങ്ങളുള്ള ഒരു പൊതുനീതി പുലരുന്ന, നമ്മുടെ കുട്ടികൾക്ക് പഠിച്ചും കളിച്ചുമൊക്കെ വളരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന, പൊന്നാനിയുടെ ഒരു പാരമ്പര്യവും പൈതൃകവും സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തുന്ന, ഇവിടുത്തെ തദ്ദേശീയമായ കൃഷിയും മത്സ്യബന്ധന വ്യവസായവും ഒക്കെ പരിപോഷിപ്പിക്കപ്പെടുന്ന ഒരു വികസന ജനാധിപത്യ രാഷ്ട്രീയ ഒരു പൊന്നാനിയൻ സംസ്കാരം നമുക്കൊരുമിച്ച് കെട്ടിപ്പടുക്കാം എന്നൊരു പ്രതീക്ഷയും പ്രത്യാശയും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കുന്നു. എല്ലാ സഹോദരന്മാരോടും എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ചെയ്യണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. നന്ദി. വളരെയധികം സന്തോഷം. ഈ ഒരു തിരക്ക് സമയത്തിൽ പോലും നമ്മുടെ ഒപ്പം ചെലവഴിച്ചതിന് എല്ലാവിധ ആശംസകളും. ഉച്ചയോടെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. സ്ഥാനാർത്ഥിയും തിരക്കാണ്. ഇവിടെ നിന്ന് ഈ പുതുപൊന്നാനിയിൽ നിന്ന് അവസാനിപ്പിച്ച് സ്ഥാനാർത്ഥി ഉച്ച വിശ്രമത്തിന് ശേഷം വീണ്ടും പര്യടനം തുടരും മറ്റ് പഞ്ചായത്തുകളിൽ. സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന ഈ ഒരു പ്രോഗ്രാം ഇന്ന് നൗഷാദ് അലിയുടെ കൂടെയാണ്. UDF സ്ഥാനാർത്ഥി KP നൗഷാദ് അലിയുടെ കൂടെയായിരുന്നു. അപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയുമായിട്ട് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.